കാലത്ത് മൊബൈൽ ഫോണുകളുടെ ലോകത്ത് ഒരൊറ്റ പേരെ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ, നോക്കിയ. അതൊരു സാധാരണ കമ്പനി ആയിരുന്നില്ല, മറിച്ച് വിശ്വാസത്തിന്റെയും കരുത്തിന്റെയും ലാളിത്യത്തിന്റെയും പ്രതീകമായിരുന്നു. എന്നാൽ ഇന്ന് നോക്കിയ ഭൂപടത്തിൽ നിന്നും മാഞ്ഞിരിക്കുന്നു. ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകളുടെ കൈകളിൽ ആദ്യമായി മൊബൈൽ ഫോൺ എത്തിച്ച ഈ ബ്രാൻഡ് എങ്ങനെയാണ് വിസ്മൃതിയിലാണ്ടുപോയത്? എവിടെയാണ് നോക്കിയയ്ക്ക് പിഴച്ചത്? മൊബൈൽ ഫോൺ ലോകത്ത് ആധിപത്യമുണ്ടാക്കിയ ബ്രാൻഡ് 1998 നോക്കിയ ഇൻഡസ്ട്രി ലീഡർ ആയിരുന്നു. ബിസിനസ് വിജയത്തിന്റെയും നിലവാരമുള്ള ഉൽപ്പന്നങ്ങളുടെയും പര്യായമായിരുന്നു ലോകമെമ്പാടും ലഭ്യമായ ഫോൺ. പാവപ്പെട്ടവർക്ക് കീശയിൽ ഒതുങ്ങുന്നതും പണക്കാർക്ക് പ്രൗഢി കാണിക്കാനാകുന്നതുമായ മോഡലുകൾ. എല്ലാ ഉപഭോക്താക്കൾക്കും ഒരുപോലെ സംതൃപ്തി. പക്ഷേ 2010കളിൽ കളിമാറി. വെറും 6 വർഷം കൊണ്ട് നോക്കിയയുടെ വിപണി ആധിപത്യം 90% ഇടിഞ്ഞു. പിന്നീട് ഒരിക്കലും നോക്കിയയ്ക്ക് തിരിച്ചു കയറാനായില്ല. എന്തെല്ലാം തെറ്റുകളാണ് നോക്കിയയെ തകർച്ചയിലേക്ക് നയിച്ചത്? കാലത്തിനൊത്ത് മാറിയില്ല എന്നതായിരുന്നു ഒന്നാമത്തെ തെറ്റ്. ആപ്പിൾ സ്മാർട്ട് ഫോൺ ഇറക്കി ഞെട്ടിച്ചപ്പോൾ നോക്കിയയുടെ സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾ പ്രതീക്ഷിച്ചു. പക്ഷേ പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് മാറാൻ നോക്കിയയ്ക്കായില്ല. ശക്തമായൊരു പ്രൊഡക്റ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം വിജയമുണ്ടാകില്ല. ശക്തമായൊരു മാർക്കറ്റിംഗ് തന്ത്രം ഇല്ലാതെ പോയതും നോക്കിയയുടെ പരാജയത്തിന് കാരണമായി. വിപണിയിൽ മത്സരം കടുത്തപ്പോൾ എല്ലാ വിഭാഗങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോയി സംഘടനാ മികവ് കാണിക്കാതെ പോയതായിരുന്നു നോക്കിയയുടെ മൂന്നാമത്തെ തെറ്റ്. പുതിയ ആശയങ്ങൾ ചെവികൊള്ളാതെ പോയതായിരുന്നു നോക്കിയ നേതൃത്വത്തിന് സംഭവിച്ച അടുത്ത പിഴവ്. ജീവനക്കാരെ ഉൾപ്പെടെ ആളുകളെ കേട്ടും പഠിച്ചുമാണ് കണ്ടുപിടുത്തത്തിൽ മുന്നേറാനാകൂ എന്ന് അവർ പഠിക്കണമായിരുന്നു. റിസോഴ്സുകളെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്തതും തകർച്ചയുടെ അവസ്ഥയിൽ മാറ്റത്തിനായി കഴിവുള്ളവരെയും ശരിയായവരെയും നേതൃസ്ഥാനത്തേക്ക് എത്തിക്കാനാകാത്തതും നോക്കിയയുടെ പരാജയത്തിന് കാരണങ്ങളാണ്. നോക്കിയയുടെ അസ്തമയം ബിസിനസ് രംഗത്തുള്ളവർക്ക് ഒരു വലിയ പാഠമാണ്. തെറ്റായ തീരുമാനങ്ങൾ ലോകം മുഴുവൻ അടക്കിവാണ ഒരു ബ്രാൻഡിനെ പോലും തകർച്ചയിൽ എത്തിക്കുമെന്ന പാഠം. ഡാറ്റയിൽ അധിഷ്ഠിതമായി തീരുമാനമെടുക്കുക, ശരിയായ വിശകലനങ്ങൾ യഥാസമയം നടത്തുക, റിസ്കുകളും അവസരങ്ങളും ശരിയായി മനസ്സിലാക്കി മുന്നേറുക. എല്ലാറ്റിനുമുപരിയായി ഉപഭോക്താക്കളുടെ പ്രതീക്ഷകൾ മനസ്സിലാക്കുക, മാറ്റത്തെ ഉൾക്കൊള്ളുക, പുതിയ ബിസിനസ്സുകളുടെ വളർച്ച തിരിച്ചറിയുകയും പുതിയ സെയിൽസ് ട്രെൻഡുകൾ മനസ്സിലാക്കുകയും ഉപഭോക്താക്കൾക്ക് വേണ്ട വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ പരീക്ഷിക്കുകയും ചെയ്യുക.